പാലാ സെന്റ് തോമസ് കോളേജിൽ 1974-77 കാലഘട്ടത്തിലെ എക്കണോമിക്സ് ബാച്ച് വിദ്യാർത്ഥികളുടെ റീയൂണിയൻ ഓർമ്മകൾ പങ്കിടാനുള്ള വേദിയായി. പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാളായ മുരളി മോഹന ശർമ്മ താൻ 65-ാം വയസ്സിൽ ഇരട്ടക്കുട്ടികളുടെ അച്ഛനായ വിവരം സഹപാഠികളെ അറിയിച്ചത് സംഗമത്തിൽ പങ്കെടുത്തവർക്ക് ഏറെ ആഹ്ലാദം പകർന്നു. മുരളി മോഹന ശർമ്മയെ പൊന്നാട അണിയിച്ചാണ് ആഹ്ലാദം പങ്കുവച്ചത്. 1977 അവസാന ദിവസ ക്ലാസ്സുകളിലൊന്നിൽ ഇംഗ്ലീഷ് പുസ്തകത്തിലുണ്ടായിരുന്ന റീയൂണിയൻ എന്ന പാഠം പഠിക്കുന്നതിനിടയിലുണ്ടായ തീരുമാനമാണ് പിന്നീട് പലവട്ടം സഹപാഠികളുടെ ഒത്തുകൂടലിന് കാരണമായത്. കോവിഡ് കാലഘട്ടത്തിൽ ഒത്തുചേരൽ മുടങ്ങിയിരുന്നു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന കൂട്ടായ്മയിൽ 46 കൂട്ടുകാരിൽ 35 പേരും പങ്കെടുത്തു. 6 പേർ പഴയ കൂട്ടുകാരെ വിട്ട് നിത്യതയിലേക്ക് മടങ്ങിയിരുന്നു. റിട്ടയർഡ് കോളേജ് പ്രിൻസിപ്പൽ PJ തോമസ് പുത്തൻപുരയ്ക്കൽ, കേണൽ മാമൻ മത്തായി, മുൻ MLA ജോസഫ് വാഴയ്ക്കൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് കുന്നപ്പള്ളി, യോഗാചാര്യൻ KP മോഹൻ, ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന അലക്സ് മേനാമ്പറമ്പിൽ, റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ CI ശശി, അഭിഭാഷകരായ ജോർജ് പുളിക്കൻ, സിറിയക് ജെയിംസ്, പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും പാലാ അഡാർട്ട് ഡയറക്ടറുമായ NM സെബാസ്റ്റ്യൻ, മാനവിക്രമരാജ്, റിട്ടയർഡ് കോളേജ് അധ്യാപകൻ ജോസ് T പാമ്പയ്ക്കൽ, സാഹിത്യകാരൻ രവി പുലിയന്നൂർ, അമേരിക്കൻ മലയാളി VC തോമസ് എന്നിവരടക്കമുള്ള സഹപാഠികളാണ് വീണ്ടും ഒത്തുചേർന്നത്.